ഇന്ന് നമുക്ക് ചായയുടെയൊക്കെ കൂടെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല മുരിഞ്ഞ ഉഴുന്നോടെ ഉണ്ടാക്കിയല്ലോ. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ, കൂടെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ. ഞാനിവിടെ വലിയ 2 ഗ്ലാസ് അളവിനാണ് ഉഴുന്നെടുത്തേക്കുന്നത്. നിങ്ങളുടെ ഓരോരുത്തരുടെ അളവിനനുസരിച്ചിട്ട് വേണം കേട്ടോ ഉഴുന്നെടുക്കേണ്ടത്. എന്നിട്ട് ഞാൻ നല്ലോണം വാഷ് ചെയ്ത് അതിൻ്റെ അഴുക്ക് വെള്ളമൊക്കെ നല്ലോണം കളഞ്ഞതിന് ശേഷം നല്ല വെള്ളത്തിന് വേണം നമ്മളിത് കുതിർത്താൻ വെക്കേണ്ടത് കേട്ടോ. എന്നിട്ട് ഞാനിവിടെ ഒരു 5-6 മണിക്കൂർ നേരത്തേക്കാണ് ഇത് കുതിർക്കാൻ വെച്ചത്. അപ്പോഴേക്ക് ഏകദേശം സെറ്റായി കിട്ടും. അപ്പോൾ നമ്മൾ ഉഴുന്നൊക്കെ ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് അരയ്ക്കാട്ടോ ഞാൻ അടുത്ത് ചെയ്യുന്നത്. അതായത് തരിയില്ലാത്ത വിധം അരയ്ക്കണം. അതായത് ഒരുപാട് വെള്ളം ചേർക്കരുത്. നമ്മൾ ഈ ഉഴുന്ന് ഇട്ട് വെച്ചിരുന്ന വെള്ളം ഉണ്ടല്ലോ, അതിൽ നിന്ന് തന്നെ ഏകദേശം 1 സ്പൂണോ 2 സ്പൂണോ വെള്ളം കൂട്ടിയാൽ മതി. എന്നിട്ട് ഇതേ കണക്കിലൊരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മൾ ഈ അരച്ച് വെച്ച മാവുണ്ടല്ലോ അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ മാവ് പൊങ്ങി വരണം. അതാണ് അതിൻ്റെ ഒരു പരുവം. പിന്നെ നമ്മളെ മാവൊക്കെ ഏകദേശം അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്കുള്ള ഉള്ളി, ഇഞ്ചി, മുളക് ഇതൊക്കെ നമുക്ക് അരിഞ്ഞിട്ട് വരാം. ഇനി ഉള്ളിയാണെങ്കിലും പച്ചമുളകാണെങ്കിലും ഇഞ്ചി ആണെങ്കിലും മാക്സിമം കുഞ്ഞതായിട്ടാണ് ഇതിലേക്ക് അരിയേണ്ടത്. കണ്ടോ, ഈ ഒരു പരുവത്തിലാണ് അരിഞ്ഞെടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച മാവിലേക്ക് ഇതൊക്കെ കൂടി ഇട്ട് കൊടുക്കുക. ഞാൻ ഇവിടെ കുരുമുളക് ഇല്ലാത്തതുകൊണ്ട് കുരുമുളക് പൊടിയാട്ടോ യൂസ് ചെയ്തേക്കുന്നത്. ഇതിലേക്ക് കരിവേപ്പിൻ്റെ ഇല എപ്പോഴാണെങ്കിലും അത് കുറച്ച് തോനെ ഇടണം. കാരണം കരിവേപ്പിലേൻ്റെ ഫ്ലേവർ വരുമ്പോൾ ഉഴുന്നോടേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഈ മിക്സിലേക്ക് അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നാലേ നമ്മളുടെ ഉഴുന്നോടെ നല്ല മുരിഞ്ഞ് കിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ട് 2 സ്പൂണിൻ്റെ മുകളിൽ ഞാൻ അരിപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉഴുന്നോടേക്ക് മാവ് പിടിക്കുമ്പോൾ അടുത്തൊരു പാത്രത്തിൽ വെള്ളം വെച്ചേക്കണം. വേറെ ഒന്നിനും വേണ്ടിയില്ല, നമ്മളെ കയ്യിലൊട്ടാതിരിക്കാൻ വേണ്ടിയാണ്. ഓരോ ഉഴുന്നോടെ ഇടുന്നതിനനുസരിച്ച് വെള്ളത്തിൽ കൈയൊന്ന് മുക്കിയിട്ട് വേണം ഉഴുന്നോടേക്ക് ഉഴുന്ന് പിടിച്ച് ഓയിലിലേക്ക് ഇടേണ്ടത് കേട്ടോ. പിന്നെ ഉഴുന്നോടെ കരിയാതെ ശ്രദ്ധിക്കണം. ഫ്ലെയിം കൂട്ടി വെക്കുന്നതുകൊണ്ട് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഏകദേശം ഒരു കളർ മാറി വരുമ്പോൾ തന്നെ മറച്ചിട്ട് കൊടുത്തേക്കണം കേട്ടോ. പിന്നെ ഉഴുന്നവടയുടെ കൂടെ നല്ല മുളക് ചമ്മന്തിയും തേങ്ങ ചമ്മന്തിയൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു കോമ്പിനേഷനും കൂടെ കേട്ടോ. ഒരു വട്ടേലും നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്കണേ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവണം, നിങ്ങളെ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഈ വീഡിയോ ഷെയർ ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.